മനുഷ്യന്റെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ലഹരി വല്ലാത്ത രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അത് യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്, യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ നകുലൻ എത്തിയിട്ടുണ്ട്. നകുലൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിലുള്ള നകുലൻ്റെ ആ സ്ഥാനത്തിനേക്കാളും ഉയർന്ന സ്ഥാനമാണ് പരിവാർ എന്ന ചിത്രത്തിൽ നകുലൻ നൽകിയിരിക്കുന്നത്. നകുലൻ ഇതിനകത്ത് കഥാപാത്രത്തിൽ നകുലനും സഹദേവൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പേഴ്സണലായിട്ട് നകുലൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യാദൃശ്യമായിട്ട് ഞാൻ കേട്ടു. എന്താണ് നകുലനും സഹദേവനുമായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ നകുലൻ സഹദേവനെക്കാളും ചേട്ടാ കുറച്ചുകൂടെ സുന്ദരനാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ കാസ്റ്റിലുള്ള ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ് അയാൾ നല്ല രീതിയിൽ കഴിയുന്നു, അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകൻ്റെ സന്തോഷം എനിക്കറിയാം. അപ്പോൾ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല. അപ്പോൾ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങിക്കൊടുക്കുക, അതിലൊന്നുമല്ല. അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അധ്യാപകൻ കയർക്കുമ്പോൾ ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളത് പോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും. അപ്പോൾ അധ്യാപകൻ്റെ എന്ന് പറഞ്ഞാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷം അധ്യാപകരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം, നല്ല ജോലി കിട്ടണമെന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല.